ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് ഒരു ഓഫ്ലൈൻ പ്രോസസ്സ് ഉണ്ടാവും, മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, നോട്ടീസൊക്കെ പത്രത്തിൽ വെച്ച് വിടുന്നുണ്ട്, ന്യൂസ് പേപ്പറിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ടി വിയിൽ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് അടുത്ത പരിപാടി. കസ്റ്റമർ പേഴ്സൺ എന്നൊരു ടെർമിനോളജി ഉണ്ട്. കസ്റ്റമർ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ആപ്റ്റായിട്ടുള്ള ഓഡിയൻസ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഫ്രെയിം സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് പോകണം. സോ ഞാനിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു ന്യൂ ജനറേഷനിലുള്ള ആൾക്കാരായിരിക്കും മെയിനായിട്ട്. അപ്പോൾ അവരുടെ ഏജ് കാറ്റഗറി കൺസിഡർ ചെയ്യണം, ജെൻഡർ കൺസിഡർ ചെയ്യണം, അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് കൺസിഡർ ചെയ്യണം, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, അവരുടെ ബിസിനസ് പ്രൊഫൈൽ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ട്, അതേ സമയത്ത് ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിന് ആവശ്യമുണ്ടാകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇൻഫർമേഷൻ സ്ട്രക്ചർ ചെയ്തതിന് ശേഷം ആ സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കുക. ദെൻ ആ പെർഫെക്റ്റ് ഓഡിയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ട് വേണം നമുക്ക് ഒരു കസ്റ്റമറിനെ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത് ഓരോ ബിസിനസ്സിനും ഡിഫറെൻ്റ് ആണ്. ഒരു ബിസിനസ് തന്നെ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റിലുള്ള പ്രോഡക്ട്സിനും മൾട്ടിപ്പിൾ സെഗ്മെൻറ്റിലുള്ള കസ്റ്റമർ പേഴ്സണെ ബിൽഡ് ചെയ്യാനായിട്ട് വരും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അതിനകത്ത്. ഏത് പ്ലാറ്റ്ഫോം വേണം, എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡിസൈൻസാണ്, ആ ഒരു ഡിസൈൻ ചെയ്യുമ്പം തന്നെ ആ ഡിസൈൻ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറിനാണ് കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, ഈ ഇൻഫർമേഷൻസ് എല്ലാം ഒരു പ്രോപ്പർ സ്ട്രക്ചറിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് ഈസിയാണ്. പിന്നെ നമുക്ക് ടൂൾസ് മാത്രം മതി. ഇനിഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു ബ്രെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.